എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് എല്ലാവരും ജോബിലായിരിക്കാം, അല്ലെങ്കിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ചിലർ ഓണ്ടർപ്രനേഴ്സ് ആയിരിക്കാം, ചിലർ ബിസിനസ് ആയി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത് ഓണ്ടർപ്രനോറിയൽ മൈൻഡ് സെറ്റിലാണ്. ഹൗ യു ക്യാൻ അൺലോക്ക് യുവർ ഓണ്ടർപ്രനോറിയൽ മൈൻഡ് സെറ്റ്. എല്ലാവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ടൈപ്സിൽ വയേർഡ് ആണ്. അവരുടെ സറൗണ്ടിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും ആയിരിക്കാം അവരുടെ മൈൻഡ് സെറ്റ് വയർ ചെയ്യാൻ കാരണമായിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജോബ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ജോബ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലായിരിക്കും വയർഡ് ആയിട്ടിരിക്കുക. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അയാൾക്ക് എത്ര ടേൺ ഓവർ ഉണ്ടാക്കാം, അയാൾക്ക് എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം, അങ്ങനത്തെ രീതിയിലായിരിക്കും വയർഡ് ആയിട്ടുണ്ടാവുക. എല്ലാവരുടെയും ചിന്താഗതികൾ ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അടിപൊളി, അതായത് വലിയ മേഖലകളിൽ നിൽക്കുന്ന ഓണ്ടർപ്രനേഴ്സിനെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ അവരെല്ലാവരും ഒരു കോമൺ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൈൻഡ് സെറ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 ലെസൺസ് തന്നെയാണ്. ഒന്ന്, സക്സസ്ഫുൾ ഓണ്ടർപ്രനേഴ്സിന്റെ ട്രേഡ്സ്. 2, അവരുടെ ഹാബിറ്റ്സ്. 3, അവരുടെ മെന്റൽ മോഡൽ ഓഫ് ഡിസിഷൻ ടേക്കിംഗ്. ഈ 3 ബേസിക് തിങ്സ് ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ പലർക്കും, ഇവിടെയുള്ള കൂടുതൽ ആൾക്കാർക്കും അവർ അവർക്ക് എങ്ങനെ ചിന്തിക്കണം, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, മൈൻഡ് സെറ്റ് ഡെവലപ്മെന്റ്, ഇതിനെ പറ്റിയിട്ടൊന്നും തീരെ അറിവില്ല. ഈ ഒരു ഈ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പലപ്പോഴും ഏകദേശം 2 ഡിക്കേഡ്സോളം പഴയതാണ്. അത് ഇപ്പോഴും എന്തായിട്ടില്ല, പുതിയ ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല. എപ്പോഴും നമ്മൾ ബ്രെയിൻ വാഷ്ഡ് ആണ്. നമ്മൾക്ക് ബിസിനസ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്വന്തമായി ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനോ, നമ്മളെ ഡ്രീംസ് എക്സിക്യൂട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റാത്തതും, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതികൾ ചിന്തിക്കാൻ പറ്റാത്തതും, പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ സ്കില്ല് ഉണ്ടായിട്ടും നമുക്ക് പുറത്തെടുക്കാൻ പറ്റാത്തതും കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് മാത്രമാണ്. പലപ്പോഴും നമ്മൾ ബ്രെയിൻ വാഷ്ഡ് ആണ് എന്നുള്ളതാണ് ഒരു സത്യം. നമ്മളുടെ ഫാമിലിയിൽ നിന്ന് വളരെയധികം പ്രഷർ ഉണ്ടാവാം, നമ്മൾ ഇങ്ങനെ പോകണം. പലപ്പോഴും നമ്മളല്ല, ആസ് എ ഹ്യൂമൻ, ഒരു ഹ്യൂമന് മുന്നോട്ട് പോകേണ്ടത് അവനെടുക്കുന്ന കഴിവാണ്. അല്ലാതെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതോ അവർ അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതോ കേട്ടിട്ട് നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഹൂ ആർ യു, യു ഹാവ് ടു തിങ്ക് അപ്പോൺ ദാറ്റ്. വാട്ട് ഈസ് യുവർ ഡെസ്റ്റിനി, യു ഹാവ് ടു ഡിസൈൻ ഇറ്റ്. നിങ്ങൾക്ക് ആരാണോ റോൾ മോഡൽ, അയാളെ പോലെ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് എങ്ങനെ നമുക്ക് ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയൊരു ബിസിനസ് മാൻ ആവാം എന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നെ പറ്റി ഞാൻ കുറച്ച് പറയാം. ഞാൻ സിഇഒ ആൻഡ് ഫൗണ്ടർ ഓഫ് അയാകെയർ ആണ്. അയാകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇതിനു മുന്നേ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ പഠിച്ചു വളർന്ന ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്. ഇതിനുശേഷം കുറെ ആസ്പിറേഷൻസും ഡ്രീംസും ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ആരോ പറഞ്ഞു എന്നോട്, IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ടു സ്റ്റഡി. ദെൻ ആസ് എ പേഴ്സൺ ഹു കംസ് ഫ്രം എ ഗവൺമെന്റ് സ്കൂൾ, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു അച്ചീവ് ദാറ്റ് ടാർഗറ്റ്. അങ്ങനെ ഞാൻ കോച്ചിങ് സെന്ററിൽ പോകുന്നു. ഞാൻ എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ, അപ്സ്കിൽ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു നേട്ടം കരസ്ഥമാക്കി. അങ്ങനെ ഞാൻ IIT മദ്രാസിൽ പഠിച്ച് അവിടെ എനിക്ക് പെട്ടെന്ന് പ്ലേസ്മെന്റ്സും കാര്യങ്ങളും 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ വേഗം പ്ലേസ്മെന്റ്സും കാര്യങ്ങളുമായി. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്കാണ്. കോർപ്പറേറ്റ് ലൈഫ് എനിക്ക് എപ്പോഴും ഒരു റോബോട്ടിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം പോലെയാണ് തോന്നിയത്. 3 വർഷം ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു. പലപ്പോഴും എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ ആർക്കോ വേണ്ടി വർക്ക് ചെയ്യുന്നു. എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പോലും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ അച്ഛൻ അസുഖത്തിലാവുന്നത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും അവിടെ അച്ഛനെ ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴൊക്കെ എനിക്ക് പറ്റിയൊരു
എനിക്ക് എപ്പോഴും എന്താണ് എന്റെ കരിയറിൽ ഫോക്കസ് ചെയ്യാനും പറ്റില്ല. പല ഓപ്പർച്യൂണിറ്റീസ്, പല മീറ്റിംഗ്സ് എനിക്ക് മിസ്സാവാൻ തുടങ്ങി. പലപ്പോഴും എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു, അച്ഛനെ കെയർ ചെയ്യേണ്ടി വന്നു. പെട്ടെന്നാണ് എനിക്കൊരു ഐഡിയ തോന്നുന്നത്, എന്തുകൊണ്ട് എന്നെ പോലെയുള്ള 100ഓളം ആൾക്കാർക്ക് ഇങ്ങനെ സെയിം സിറ്റുവേഷൻസ് ഉണ്ടാവുന്നു. അവരൊക്കെ എപ്പോഴും എന്താണ്, അവർക്ക് കരിയറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക, പക്ഷെ അവർക്ക് എന്താക്കാൻ പറ്റുന്നില്ല, അവരുടെ പാരന്റ്സിനെയും അവരുടെ ലൗഡ് വൺസിനെയും കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ആയ കെയർ. അവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, എല്ലാവർക്കും ഫ്രീ ടൈമിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ഒരാളെ സഹായിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ട്. പലർക്കും അത് ഉണ്ടായിരിക്കണം എന്നല്ല, എന്നാലും 100ൽ ഒരു 50% ആൾക്കാർക്കെങ്കിലും ബാക്കിയുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. ഈ ഒരു തോട്ടിനെ ഉദ്ദേശിച്ച് ഞാൻ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. അതായത് ആർക്കും ഒരാൾക്ക് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഐ ആം റെഡി എന്ന് പറയുകയും അതിന്റെ ആ സഹായം ചെയ്ത ശേഷം ഒരു എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആയ കെയർ. ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് കെയർ ഫീൽഡിലാണ്. കാരണം കെയർ ഫീൽഡിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതായത് ഹോസ്പിറ്റലിൽ പോവുക, ഒരു ഡ്രൈവറെ കിട്ടുക, അവിടെ എന്താണ് ഡോക്ടേഴ്സിനെ കാണുക, ഡോക്ടേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടി ഒരാൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളെ റിലേറ്റീവ്സിനെ ഫാമിലിനെയാണ് ഏൽപ്പിക്കുക. അതിന് പകരം ഒരാളെ നമുക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ റീപ്ലേസ് ചെയ്യുകയും ആ ആള് നമ്മളോട്, അതായത് നമ്മളെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് എത്രയോ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളുടെ ബിസി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇതൊരു ഈസി ഇൻസ്ട്രുമെന്റ് ആയി തോന്നും. അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങിയപ്പോഴാണ് എനിക്ക് പല പ്രശ്നങ്ങളും മനസ്സിലായത്. ആൾക്കാർക്ക് ആർക്കും സംസാരിക്കാൻ പോലും ആരും റെഡി ആയിട്ടില്ല. അതായത് പാരന്റ്സിനോട് സംസാരിക്കാനും പാരന്റ്സിനോട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും. പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സിനെ ഓൾഡ് ഏജ് ഹോമിലാക്കുക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടാക്കുക. ഇവൻ പല ആഗ്രഹങ്ങളും വയസ്സായിട്ടുള്ള ആൾക്കാരുടെ പല ആഗ്രഹങ്ങൾ പോലും നിറവേറ്റാതെ വരുന്നുണ്ടായി. ഒരു സംസാരിക്കാൻ പോലും ആൾക്കാരില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ആ ഒരു നിമിഷത്തിലാണ് എനിക്ക് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായത്. അതായത് ഈവൻ യങ്സ്റ്റേഴ്സിന് പോലും സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഒരു സത്യാവസ്ഥ. അങ്ങനെ ഞാൻ ഈ ഒരു സംരംഭത്തെ പുതിയൊരു സംരംഭമാക്കി മാറ്റാൻ ഒരു കെയർ ബഡ്ഡി, അതായത് ആർക്കും കെയറിന് വേണ്ടിയിട്ട്, അതായത് സംസാരത്തിൽ ചാറ്റിലൂടെ ആവാം, അതേപോലെ തന്നെ ഫിസിക്കലായിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളെ കിട്ടുക എന്നുള്ളത് പല ആപ്പുകളും ഉണ്ട്. ഊബർ, സ്വിഗ്ഗി, അതേപോലെ തന്നെ ഡെൻസോ, ഇങ്ങനെയുള്ള പല ആപ്പുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കെയറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് ഇന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആ ഒരു സിസ്റ്റത്തിലേക്ക് ആണ് എൻ്റെ മേജർ ഫോക്കസ് വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സീരിയൽ ഓൺടർപ്രനർഷിപ്പ്, അങ്ങനെ അതായത് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിലാണ്. അതായത് എനിക്ക് ഒരു 3 years കോർപ്പറേറ്റ് എക്സ്പീരിയൻസും 3 years സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ഞാൻ ഈ കോഴ്സ് എടുക്കുന്നത്. പലപ്പോഴും എനിക്ക് എന്നെ മനസ്സിലാക്കാതെ പോയത്, ഞാൻ പലപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. ഞാൻ എപ്പോഴും ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു തീക്കളിയാണ്. തീക്കളി എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യുക ഒരു ചതുരംഗത്തിലേക്ക്. അവിടെ പലപ്പോഴും പല പ്രശ്നങ്ങളും പല യുദ്ധങ്ങളും നടക്കും, പല ആൾക്കാരും ചതിക്കപ്പെടും, പല ആൾക്കാരും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ വിജയം. എപ്പോഴും നമ്മൾ ഒരിക്കലും ഒരു ഫെയിലിയർ സക്സസ് എന്ന് പറഞ്ഞ 2 ടേംസിനെ വിശ്വസിക്കാതെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്, നമ്മളുടെ ഒരു പാത്താണ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് ആക്ച്വലി ഒരു വിജയം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജേർണിയിൽ ഒരു ചെറിയ ചെറിയ വിജയങ്ങളാണ് വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ എനിക്ക് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ടാണ് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. നിങ്ങളുടെ സിഗ്നേച്ചർ എന്നാണോ ഒരു ഓട്ടോഗ്രാഫ് ആവുന്നത്, അതായത് ഒരു 4, 5, 10 ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ് ക്യാൻ യു ഗീവ് മീ ആൻ ഓട്ടോഗ്രാഫ് ഓർ ക്യാൻ യു മെന്റർ മീ, ആ ഒരു നിമിഷത്തിലാണ് നമുക്ക് സക്സസ് ഡെലിവർ ചെയ്യുന്നത്. പലപ്പോഴും ആൾക്കാർ നമ്മൾ ആരെയും സഹായിക്കാതെ നമ്മൾ സഹായിക്കുന്ന ആൾക്കാരും ലൈഫിൽ വിജയിക്കപ്പെടുന്ന ഒരവസരത്തിലാണ് നമുക്ക് ആക്ച്വലി ഒരു ലൈഫിൽ ഒരു സക്സസ് ഉണ്ടായി എന്ന്
APJ അബ്ദുൽ കലാം പറയുന്നത്. ഇത് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങളും ഇത് തന്നെ വിശ്വസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ഈ പല ഐക്കൺസും പേഴ്സണൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇലോൺ മസ്ക്, ജാക്ക് മാ, സാം ആൽട്ട്മാൻ. ഇവരൊക്കെ എന്ന് പറയുന്നത്, ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ടെസ്ല, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് കിങ് ആണ് ഇലോൺ മസ്ക്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് 3-4 സ്റ്റാർട്ടപ്പുകൾ കമ്പനീസ് ഉണ്ട്, സ്പേസ് എക്സ്. ഇതെല്ലാം ബില്യൺ ഡോളർ കമ്പനി. എങ്ങനെയാണ് ഇയാൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? കാരണം നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതിയല്ല ഇവരുടെ ചിന്താഗതി. ഈ ഈ ഒരു ചിന്താഗതി കരസ്ഥമാക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതിന് നല്ലോണം പ്രാക്ടീസ് വേണം. നമ്മളൊരു ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക, നമ്മളൊരു പഠിക്കുക, അതേപോലെ നമ്മളൊരു എക്സാം പാസ് ആവുക. അതേപോലെ തന്നെയാണ് ഈ ഒരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് നമ്മൾ ഗെയിൻ ചെയ്യുന്നതിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇതിൽ 3 പ്രധാനമായ ഘടകമുണ്ട്. ഒന്നാമത് പറയുന്നത് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ എത്ര ഫെയിലിയേഴ്സ് വന്നാലും നമ്മൾ ഒരിക്കലും അതൊരു ഫെയിലായി നമ്മൾ ഇനി ബാക്ക് ടു ലൈഫ്, നമ്മളൊരു നോർമൽ ലൈഫിലേക്ക് പോകണം. ദർ ഇസ് നത്തിങ് കോൾഡ് നോർമൽ ലൈഫ് ഓർ അബ്നോർമൽ ലൈഫ്. ഓൾവേസ് അതൊരു ലൈഫാണ്. എല്ലാവർക്കും പലതരം ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. ആ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് എന്ത്, നമ്മളെ ജീവിതത്തിൽ എല്ലാ ജീവിതത്തിലും ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഫെയിലിയേഴ്സിന്റെ ഡെപ്ത് കൂടുമ്പം യു ആക്ച്വലി തിങ്ക് ദാറ്റ് യു ആർ റീച്ചിങ് ദ സക്സസ്. അതായത് നിങ്ങൾക്ക് വലിയൊരു ഫെയിലിയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു വലിയൊരു സക്സസ് കിട്ടും എന്നുള്ളതാണ്. അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് ഒരു റെസിലിയന്റ് ആയ മൈൻഡ് സെറ്റോടെ മുന്നോട്ട് പോകുന്ന ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. തിങ്കിങ് ഇന്നോവേറ്റീവ്. പലപ്പോഴും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാറില്ല. പലതും നമുക്ക് പറഞ്ഞു തന്ന പോലെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി റൂൾസിലുള്ള പോലെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. നമ്മളെല്ലാ പ്രോബ്ലംസും, നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യുക. അത് എങ്ങനെയാണോ നമുക്ക് ഒരിക്കലും ഒരു ഫീല് കിട്ടില്ല, ഇതൊരു പുതിയൊരു ഐഡിയ ആയി, അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡിലാണല്ലോ ഞാൻ ഇത് സോൾവ് ചെയ്തത് എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കിട്ടണം. അതായത് ഒരു ഇന്നോവേറ്റീവ്, ഒരു ക്രിയേറ്റീവ് സ്കില്ലായിരിക്കണം, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. എല്ലാ പ്രോബ്ലംസിനെയും നമ്മൾ മറികടക്കുമ്പോൾ, ഈവൻ ഇൻ ബിസിനസ്, ഈവൻ ഇൻ ബിൽഡിംഗ് എ വെരി ബിഗ് കമ്പനി, യു ഹാവ് ടു ബി ഓൾവേസ് ക്രിയേറ്റീവ്. ഒരിക്കലും വിചാരിക്കരുത് വലിയ കമ്പനി ആയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ നടന്നു പോവല്ലോ എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വരില്ല. നമ്മൾ എപ്പോഴും അതിൽ എന്തായിരിക്കണം, ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും ഓരോ നിമിഷവും നമുക്ക് ഓരോ ചേഞ്ചസ് വരുത്തുക എന്ന് പറയുന്നതാണ് നമ്മളെ വിജയം. പിന്നെന്ന് പറയുന്നത് റിസ്ക് ടേക്കിംഗ്. അതായത് നമുക്ക് എത്രത്തോളം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത് എത്ര റിസ്ക് ആണ് ഇതിനുള്ളത് എന്ന്. ചിലവർ എന്ത് ചെയ്യും കഴിഞ്ഞാൽ നേരെ കിടന്ന് ആ പ്രോബ്ലത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാൻ ചെയ്യും. ചിലവർ എന്ത് ചെയ്യും, കുറേ കാലം ഇങ്ങനെ ആലോചിക്കും ഇത് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യും, ബാക്ക് ടു ട്രാക്കിലേക്ക് വരും. ഒരിക്കലും ഇങ്ങനെ ആവരുത്. നമ്മൾ റിസ്ക് ടേക്ക് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതായത് റിസ്ക് അനലൈസ് ചെയ്യുക. നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് അനലൈസ് ചെയ്യാനുള്ള നമ്മളെ ബ്രെയിൻ ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. ആ അനലൈസ് ചെയ്യുന്നതോടെ നമുക്ക് എന്താണ് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഓക്കെ 60% ചാൻസസ് ഓഫ് സക്സസ് ഉണ്ട്, 40% ചാൻസസ് ഓഫ് ലൂസിംഗ് ഉള്ളൂ, എന്നാലും നമ്മൾ അത് ട്രൈ ചെയ്യണം. ആ ട്രൈ ചെയ്യുമ്പോൾ റിയൽ എക്സിക്യൂഷനിൽ വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി മനസ്സിലാവുക പല റിസ്കുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, പല പോസിറ്റീവ് ഫാക്ടേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പം ഇതിന്റെ എല്ലാം ഒരു അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്താഗതി അത് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് റിസ്ക് ടേക്കിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് ഓൺടർപ്രണേഴ്സിനെ പറ്റിയാണ്. അതായത് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സും ഫോളോ ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് സ്ട്രാറ്റജിക് ഗോൾ സെറ്റിംഗ്. പലപ്പോഴും നമുക്ക് ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടായിരിക്കും, ലോങ് ടേം ഗോൾസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഒരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? ഒരു വിഷൻ, നമ്മളെ കരിയറിൽ ആകെ ഒരു വിഷൻ നമ്മൾ അച്ചീവ് ചെയ്താൽ മതി. നമുക്ക് കുറെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാം. അത് എന്തും ആവാം. ഒരു റോക്കറ്റ് ഉണ്ടാക്കണം എന്നാവാം, ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കണം എന്നാവാം, ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഉണ്ടാവണം എന്നാവാം, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ടപ്പ് ആയിരിക്കാം. എന്താണെങ്കിലും നമുക്ക് അതൊരു ഗോളാണ്. അത് അച്ചീവ് ചെയ്യാനുള്ള ചെറിയ ഘടകങ്ങളായിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും നമുക്ക് ഇത് ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്തിട്ട് വലിയൊരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് എന്ത്, സ്ട്രാറ്റജിക് ഗോൾ സെറ്റിംഗ്.
നിങ്ങൾ എപ്പോഴും ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഒരു നോട്ട്സോ എന്തെങ്കിലും ഒരു രീതിയിൽ എന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിനുള്ള എക്സ്പെൻസസ് ഇതൊക്കെ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു ജീവിതത്തിനെ പറ്റിയിട്ട് ഒരു ഫീഡ്ബാക്ക്, അതായത് നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഇത്ര അച്ചീവ് ചെയ്തു, ഇനി ഇത്ര ബാക്കിയുണ്ട്, ആ ബാക്കിയുള്ളത് ഇനി നെക്സ്റ്റ് ടൈമിൽ അച്ചീവ് ചെയ്യുക, അങ്ങനെ ഒരു ഫീഡ്ബാക്കിലൂടെ ഇറ്ററേറ്റ് ചെയ്ത് നിങ്ങളെ ഗോളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത പല മിനിയേച്ചർ ഗോൾസും ആയിരിക്കില്ല ചിലപ്പം കുറെ മാറ്റങ്ങൾ വന്നേക്കാം. അങ്ങനെ ചേഞ്ച് ആയി നിങ്ങൾ ഫൈനലി അച്ചീവ് ചെയ്യുന്ന ഒരു ഗോൾ ആയിരിക്കും നിങ്ങളെ ഒരു വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ആണ്. പല ആൾക്കാർക്കും ഡിസിപ്ലിൻ, വലിയ എയിംസും ഐഡിയാസും എല്ലാം ഉണ്ടായിരിക്കും, എന്നാലും ഡിസിപ്ലിൻഡ് അല്ല, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയില്ല. ചെറിയ ചെറിയ ഗോൾസ് എക്സിക്യൂട്ട് ചെയ്ത് ആടാൻ വലിയ ഗോൾസ് ഉണ്ടാക്കും. ഒരിക്കലും നാളെ എനിക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കണം, നാളെ എനിക്ക് റോക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഫസ്റ്റ് അതിന്റെ പ്ലാനിങ്, അതിന്റെ ഐഡിയാസ്, അതിന്റെ എല്ലാ സാധനങ്ങളും മെല്ലെ നമുക്ക് അതിന്റെ ഒരു നെറ്റ്വർക്ക് ഓഫ് പീപ്പിളിനെ വേണം അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പൊ അത് മൊത്തം മെല്ലെ അച്ചീവ് ചെയ്തിട്ടാണ് വലിയൊരു എക്സിക്യൂഷൻ നടത്തുക. അതിനെ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ടഫാണ്. എന്ത് ടഫായിട്ടുള്ള കാര്യവും മെല്ലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ആൻഡ് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഗോൾസ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗോളിലേക്ക് എത്താൻ കഴിയും. പിന്നെ എന്ന് പറയുന്നത് പ്രൊയാക്റ്റീവ് പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതൊരു എല്ലാ പ്രോബ്ലംസിനും നമ്മൾ സോൾവ് ചെയ്ത് പോകുമ്പോൾ അതൊരു അച്ചീവ്മെന്റ് കാണുക. അതിനെ ഇനിയിപ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ ഹയർ ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക. അതിനെ എഫിഷ്യന്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അത് നമുക്ക് എപ്പോഴും വേണം. ജീവിതത്തിൽ എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല, അതിനെങ്ങനെ സോൾവ് ചെയ്യാം. അങ്ങനത്തെ എന്ത് പ്രോബ്ലം വന്നാലും ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് അത് പറ്റുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ എല്ലാം ജീവിതത്തിൽ മറികടക്കുന്ന പോകുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഒരു പ്രോബ്ലം സോൾവിങ് ഇറ്റ്സ് എൻ ഹാബിറ്റ്. നമ്മൾ ഒരു പ്രോബ്ലം മാത്രമേ സോൾവ് ചെയ്യുള്ളൂ എന്ന് പറയാം. ജീവിതത്തിൽ പല പ്രോബ്ലംസ് ഉണ്ടാവും. ഒരു എക്സാം എഴുതുമ്പോൾ അതിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഒരു പ്രോബ്ലംസ് ആണ്, അതിനെ നമ്മൾ സൊല്യൂഷൻ ആണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതേപോലെ തന്നെ ജീവിതത്തിലും പലപ്പോഴും പല പ്രോബ്ലംസ്, റിയൽ ലൈഫ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെ ഈ ഒരു സെഷൻ മെന്റൽ മോഡൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മൾ എല്ലാ ഓൺടർപ്രണേഴ്സും, സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സും അതേപോലെ ബില്യണയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എന്ത് ചിന്തിക്കുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും അവരുടെ മൈൻഡിൽ ബേസിക് ഫാക്ടേഴ്സ് ആക്കി വെച്ചിട്ടാണ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആക്കി വെച്ചിട്ടാണ് എന്തും ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ് ചെയ്യുന്നെങ്കിലും, $1 million അച്ചീവ് ചെയ്യുന്നതിനും, ഒരു ഫണ്ട് റേസ് ചെയ്യുന്നതിനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പരേറ്റോ പ്രിൻസിപ്പിൾ. പരേറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ മുന്നേ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്. അതായത് ഒരു സമൂഹത്തിന്റെ 80% ഓഫ് ദ എക്കോണമി കയ്യിലേക്കുന്നത് 20% ഓഫ് ആൾക്കാരായിരിക്കും. അതേപോലെ ഒരു എക്സാമിൽ എപ്പോഴും ഹൈ സ്കോർസ് എടുക്കുന്നത് 20% ആൾക്കാരായിരിക്കും. 80% ആൾക്കാരും ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ആയിരിക്കും. ഇനി ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുന്നത് 20% ഓഫ് ദ കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇനി ഒരു ബിസിനസ് ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നതും 20% ഓഫ് ദ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ 20% ഓഫ് ദ കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇതാണ് 80% റൂൾ. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഈ 80%ലായിരിക്കും. ഈ 20%ലേക്ക് നമുക്ക് വരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഈ ഓൺടർപ്രനോറിയൽ മൈൻഡ് സെറ്റ്, ഒരു സമൂഹത്തിൽ എപ്പോഴും ഓൺടർപ്രനേഴ്സിൽ എപ്പോഴും 80% ഓഫ് ദ ആൾക്കാരും ഓൺടർപ്രനേഴ്സ് ആയിരിക്കില്ല, 20% ഓഫ് ദ ആൾക്കാരും ഓൺടർപ്രനേഴ്സ് ആയിരിക്കും. അവരാണ് എല്ലാ വെൽത്തും ഓൺ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് കാര്യം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മളെ ചിലപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി അതിൽ ഏറ്റവും കൂടുതൽ കമന്റ്സും ഷെയർ ചെയ്യുന്നത് 20% ഓഫ് ദ ആൾക്കാരായിരിക്കും. 80% ഓഫ് ദ ആൾക്കാരും വെറുതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് 1 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു 18 million ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിൽ എപ്പോഴും
എന്താണ് കുറച്ചൊരു ശതമാനം മാത്രമേ, ഏകദേശം ഒരു ഈ ഒരു എമൗണ്ട് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ചെറിയൊരു 20% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിൽ എൻഗേജ് ആയിട്ട് നിൽക്കുള്ളൂ. ഇനി ഫസ്റ്റ് പ്രിൻസിപ്പൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയോ റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ബേസിക് ആയിട്ട് കസ്റ്റമറുടെ ഫീഡ്ബാക്കും, അതേപോലെ തന്നെ സ്ക്രാപ്പ് നിന്ന് തുടങ്ങണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഏറ്റവും ടോപ്പ് ലെയറിന് പോയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യരുത്. നമ്മളെ കൺവിക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യരുത്. എപ്പോഴും ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ചെറിയ എന്താണോ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ അത് ഒരു ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. പിന്നെ എന്ന് പറയുന്നത് ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡോളജി. അതായത് നമ്മളെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആവാൻ, വളരെ സിംപ്ലിഫൈ ചെയ്യണം. എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആക്കും തോറും നമ്മളെ ബിസിനസ്സിന് ലൂപ്പ് ഹോൾസും അതേപോലെ തന്നെ പല കാര്യങ്ങളും വരും. എപ്പോഴും അതേപോലെ തന്നെ കുറെ റിസോഴ്സ് വലിക്കും. അതേപോലെ തന്നെ നമുക്ക് കോസ്റ്റ് എക്സ്പെൻഡിച്ചർ കൂടും. ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡോളജി. എപ്പോഴും നമ്മൾ സ്റ്റാർട്ടപ്പിനെ സിംപ്ലിഫൈ ചെയ്യുക. ഒരിക്കലും നമ്മൾ എന്താണ് ഡ്രാഗിങ് ഫാക്ടേഴ്സിനെ കൊണ്ടുവരരുത്. എപ്പോഴും സ്റ്റാർട്ടപ്പ് നമ്മൾ ആദ്യം ഡ്രാഗിങ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഡ്രാഗിങ് ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മളെ സ്റ്റാർട്ടപ്പ് നല്ലൊരു സ്കെയിൽ അച്ചീവ് ചെയ്യും, മുന്നോട്ട് പോവുകയും ചെയ്യുക. അത് ഇറ്ററേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഇറ്ററേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക്, ഒരു കാര്യം ഒരു രീതിയിൽ സോൾവ് ചെയ്യുക, അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുക, ആ ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ബെറ്റർ വേയിൽ സോൾവ് ചെയ്യുക. അങ്ങനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു മെത്തഡാണ് ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡോളജി. ഈ 3 ഫാക്ടേഴ്സ്, അതായത് കീ മൈൻഡ് സെറ്റ് ഓഫ് ആൻ ഓണ്ടർപ്രണർ, അതേപോലെ ഹാബിറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഓണ്ടർപ്രണർ, അതേപോലെ മെന്റൽ മോഡൽസ്, ഈ 3 സംഭവം നമ്മളെ മൈൻഡിൽ വെച്ചിട്ടാണ് ജീവിതത്തിൽ മുന്നേറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണ്ടർപ്രണോറിയൽ മൈൻഡ് സെറ്റ് ഗെയിൻ ചെയ്യും. ഓണ്ടർപ്രണോറിയൽ മൈൻഡ് സെറ്റ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് ഫണ്ടമെന്റൽ. നമ്മൾ ആ മൈൻഡ് സെറ്റ് ഇല്ലാത്തത് നമ്മളെ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു റിക്കറിങ് മൈൻഡ് സെറ്റിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് ഈ ഒരു സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും തന്നെ 80% ഓഫ് ദ പീപ്പിളിലായിരിക്കും എടുക്കുക. 20% ഓഫ് ദ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ കോഴ്സ് കാണുന്ന 20% ഓഫ് ദ ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓണ്ടർപ്രണൽ മൈൻഡ് സെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. അതായത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ സ്റ്റോറിയാണ്. ഒരു 2 പേര് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. അതിൽ ഒരാള് ഇങ്ങനെ ബ്രിക്ക്, അതായത് ഇഷ്ടിക ഇങ്ങനെ വെച്ച് ഒരു സിമെന്റ് വെക്കുന്നു, ഇഷ്ടിക വെക്കുന്നു, അതിന്റെ മേലെ സിമെന്റ് വെക്കുന്നു, ഇഷ്ടിക വെക്കുന്നു, അതിന്റെ മേലെ സിമെന്റ് വെക്കുന്നു, ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 2 കൂലിപ്പണിക്കാരാണ്. അങ്ങനെ ഒരാളോട് വേറൊരാള് വരുന്നു ഈ വഴിയിൽ. അയാൾ വന്ന് ചോദിക്കുന്നു, ഫസ്റ്റ് വ്യക്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ അയാൾ പറയുന്നു, ഞാൻ ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, ബിൽഡിംഗ് ഇങ്ങനെ ബ്രിക്ക് ഇങ്ങനെ വെച്ച് സിമെന്റ് ഇട്ടിട്ട് ബ്രിക്ക് വെക്കുകയാണ്, ഇതാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു അമ്പലം പണിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു മൊണാസ്ട്രി പണിയാണ്, ഞാൻ ഇവിടെ, അതാണ് എന്ത് വിഷൻ. അപ്പൊ ആദ്യത്തെ ഒരാൾക്ക് എന്താണ്, അയാൾ ചെയ്യുന്നത് അയാളോട് പറഞ്ഞ പണിയാണ്, അതായത് സംബഡി ടോൾഡ് ഹിം ടു ഡൂ സോ. രണ്ടാമത്തെ ആൾക്ക് എന്താണ്, ആ വിഷൻ ഉണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് ഓണ്ടർപ്രണോറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അയാൾ ഒരു വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ടാസ്കുകളെ മൈക്രോ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്ത് അങ്ങനെ മെല്ലെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്, വലിയ വിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു ദിവസം തന്നെ ഫസ്റ്റ് ബിൽഡിംഗ് പണിയണമെന്നോ അങ്ങനെയല്ല. അയാളും ചെയ്യുന്നത് എന്താണ്, സെയിം വർക്കാണ്. ബ്രിക്കിന്റെ മേലെ സിമെന്റ് വെച്ച് ബ്രിക്ക് വെച്ച് അങ്ങനെ തന്നെയാണ് പണിയുന്നത്. പക്ഷെ അയാളുടെ എന്താണ് പണിയുന്നത് ചോദിച്ചാൽ അയാൾ പറയും, ഞാനൊരു ടെമ്പിൾ ആണ് പണിയുന്നത്. മറ്റേ ആളോട് ചോദിച്ചാൽ ഞാനിവിടെ ഇഷ്ടിക വെച്ച് സിമെന്റ് ഇട്ടിട്ട് ഈ വോൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഡിഫറൻസ്. ആ എനേബിളർ ഓഫ് വിഷണറി ലീഡർഷിപ്പ്. അതായത് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, വിഷണറി ആയിരിക്കണം. നമുക്ക് എന്താണ് വിഷൻ, എന്താണ് അതിന് വേണ്ട സ്മാൾ ഗോൾസ് എന്താണ്, ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിന് നിങ്ങൾ വളരെ അധികം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു ഷോർട്ട് സമ്മറിയാണ്. നമ്മളുടെ ഇന്നോവേറ്റീവ് മൈൻഡ് സെറ്റ്, റെസിലിയന്റ് മൈൻഡ് സെറ്റ്, ഇതെല്ലാം അതേപോലെ തന്നെ ഒരു വിഷണറി ലീഡർഷിപ്പ്, ഇതെല്ലാം നമ്മളെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒരു ഓണ്ടർപ്രണർ ആവാൻ പറ്റുക. സോ ഐ തിങ്ക്
ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റിന്റെ നിങ്ങളുടെ ബ്രെയിൻ എന്നും ഞാൻ ഇന്ന് ചോദിക്കുക നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും എന്തായിരുന്നു സമൂഹം പറഞ്ഞ രീതിയിലുള്ള ഒരു ബ്രെയിൻ വയേർഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ നാളെ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാതയിലൂടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് റീവയർ ചെയ്ത് ഫുൾ ആയിട്ട് ഇറ്റ്സ് വെരി ഹാർഡ് വർക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു റിവയർ യുവർ മൈൻഡ് സെറ്റ്. അതായത് പലപ്പോഴും ഒരു ബിസിനസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഹാർഡ് റിസ്കിലേക്ക് വന്ന ഒരാൾക്ക് മാത്രമേ ഈ മൈൻഡ് സെറ്റിന്റെ ഒരു ഫീലിംഗ്, ദ ഡിഫറൻസ് ഓഫ് ടു മൈൻഡ് സെറ്റ്, ഒരു ജോബ് കിട്ടി സാലറി കിട്ടുന്ന മൈൻഡ് സെറ്റും രണ്ടാമത് ഒരു സാലറി ഇല്ലാതെ ഈ റീവയർ ചെയ്യുന്ന ഒരു ടൈം ഉണ്ട്. ഒരു ഇൻകമും ഇല്ലാതെ റീവയർ ചെയ്യുന്ന ഒരു ടൈമും ഒരു ഹാർഡ് വർക്കിംഗ് സ്പേസും അതിലൂടെ ഗോ ത്രൂ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ കഴിയുള്ളൂ. ആ ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ എന്താണെങ്കിലും ഒരു സൈഡായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഒരു ഹാബിറ്റ് കൊണ്ടുവരിക, ബിസിനസ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക, ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, അതിനെ മോണിറ്റൈസ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക, സെയിൽസ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ബി ഓൺ യുവർ ഓൺ ബോസ്. നിങ്ങളെ തന്നെ ബോസ് ആയി മാറുക. അല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് അവർക്കൊരു സെൽഫ് സ്ലേവ് ആവാതെ നിങ്ങൾ സ്വന്തം ബോസ് ആയി മാറുന്നതോടെ നിങ്ങൾ ഈ ഒരു ഓണ്ടർപ്രണർ മൈൻഡ് സെറ്റിന്റെ ഓണർ ആയിട്ട് മാറും. അപ്പൊ ദാറ്റ്സ് ഓൾ. താങ്ക് യു.